ോടൊപ്പം നയൻതാര കൂടി ചേരുന്നുണ്ട്. നയൻതാര, ഈ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനം വന്നതോടുകൂടിയാണ് അവിടെ തടിച്ചുകൂടി ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നഷ്ടപരിഹാരം സംബന്ധിച്ച് ജനങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആംബുലൻസ് അതായത് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് പ്രതിഷേധക്കാർ ഇവിടെ എത്തിയത്. കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തുകയായിരുന്നു ചെയ്തത്. ആംബുലൻസ് തടഞ്ഞു വെച്ചു. എന്നാൽ ബലമായി ആംബുലൻസ് ഇവിടുന്ന് മാറ്റുവാൻ വേണ്ടി പോലീസ് ശ്രമിച്ചിരുന്നു. അവിടെ ആ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ നടന്നു. അതിനുശേഷം കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന തരത്തിൽ ഉള്ള വാർത്ത വന്നപ്പോൾ അല്ലെങ്കിൽ ഫോണിലൂടെ അവരെ നേരിട്ട് അറിയിച്ചതിന് ശേഷമാണ് ഈ പ്രതിഷേധക്കാർ ഇവിടുന്ന് മാറി നിന്നത്. നമുക്ക് എന്താണ് കൂടുതൽ മുന്നോട്ടുള്ള നടപടികൾ എന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കൂരാച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. അതോ കലക്ടർക്ക് ഇന്നലെ രേഖാമൂലം കത്ത് കൊടുക്കുകയും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു ദാരുണ സംഭവം ഉണ്ടായപ്പോൾ കലക്ടർ ഉത്തരവിടാമെന്ന് സമ്മതിച്ചു എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ കൂരാച്ചണ്ടിലെ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഉണ്ടായിരിക്കും. തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കും. ഇത് വളരെ ഭീതിയിലാണ് കൂരാച്ചണ്ടിലെ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മിനിങ്ങാന്ന് വൈകുന്നേരം കൂരാച്ചണ്ടിൽ ഇറങ്ങിയ ഒരു കാട്ടുപോത്ത് ഇന്നലെ രാവിലെ കൂരാച്ചണ്ടി ടൗണിലാണ്. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന, മദ്രസയിൽ പോകുന്ന കുട്ടികൾ പോകുന്ന സമയത്ത് ജോലിക്ക് പോകുന്നവർ, ടാപ്പിങ്ങിന് പോകുന്നവരൊക്കെ വളരെ ഭീതിയിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് ആനശല്യം കക്കയത്ത് ഒരു ഭാഗം നടക്കുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു മാസക്കാലത്തോളം ദിവസേന ആന വന്നിട്ട് കൃഷി നശിപ്പിക്കുകയും കൃഷിക്കാരെ ഭീഷണിയായി നിൽക്കുകയും ചെയ്യുന്നു. വളരെ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നൊക്കെ ഗവൺമെന്റ് പറയുന്നല്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു ഫോറസ്റ്റ് സ്റ്റേഷനും ഒരു ഡെപ്യൂട്ടി റേഞ്ചറും 2-3 ഗാർഡുമാരുമാണ് അവിടെയുള്ളത്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഇവരുടെ വാച്ചർ, ഫോറസ്റ്റ് താൽക്കാലിക വാച്ചർക്ക് പടക്കം പൊട്ടിച്ചതിന് പേര് 2 പേർക്കാണ് കൂരാച്ചണ്ടി പരിക്ക് പറ്റി അവർ ചികിത്സയിൽ കഴിയുകയാണ്. ഇങ്ങനെ വളരെ ഗുരുതരമായ സ്ഥിതിയാണ് കൂരാച്ചണ്ടി ഉണ്ടായിരിക്കുന്നത്. 2 മാസം മുമ്പ് അമ്മയ്ക്കും കുഞ്ഞിനും ഇത്തരത്തിൽ ഒരു പരിക്കേറ്റിരുന്നു. അന്ന് ഇത്തരത്തിൽ നിങ്ങൾ പഞ്ചായത്ത് എന്ന നിലയിൽ കളക്ടറെ ഒരു അറിയിക്കുകയോ അല്ലെങ്കിൽ നടപടികൾ ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നു? നിരന്തരം ആവശ്യപ്പെടുക, മന്ത്രിയെ ഉണ്ടാകുന്നില്ല. അന്ന് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് തുരത്താനുള്ള നടപടി ശേഷം ഫോറസ്റ്റുകാർ വന്നു അതിലൊന്ന് കറങ്ങി അടിച്ച് പോകുന്നു, വേറെ തുരത്താനുള്ള ഒരു നടപടി ഉണ്ടായില്ല. ഇങ്ങനെ അക്രമകാരികളായ കൃഷിസ്ഥലത്ത് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ, കാട്ടുപോത്തായ ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് അതാത് സമയത്ത് ഭരണകൂടം ഇടണം. അതാണ് ഇതിന് ആവശ്യം. എന്നാൽ മാത്രമേ ഇതിന് അറിവ് വരുത്തുള്ളൂ. ജനങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസം വേണ്ടേ? രാവിലെ ഇപ്പം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമോ? ടാപ്പിങ്ങിന് പോയി ജീവിക്കുന്ന ആൾക്കാരില്ല, അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. സ്കൂളിൽ പോകുന്നവരുണ്ട്, ദൂരെ ജോലിക്ക് പോകുന്നവരുണ്ട്, അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. വളരെ ഗുരുതരമായ സ്ഥിതിയാണ്. ഭരണകൂടം അടിയന്തരമായി ഇതിന് പരിഹാരമുണ്ടായി മനുഷ്യജീവന് പരിഹാരം ഉണ്ടാക്കേണ്ട വലിയ സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം കർഷകനാണ്. അദ്ദേഹം അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന കാര്യം കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറോട് ആവശ്യപ്പെട്ടില്ല. ഈ ആവശ്യം വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. 50 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. മക്കൾക്ക് ആർക്കെങ്കിലും ജോലി കൊടുക്കണം. ആ കുടുംബത്തിന് ഈ കൃഷിഭൂമിയിലേക്ക് അദ്ദേഹം മാത്രമാണ് ആ കൃഷിഭൂമിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇത് അതിദരിദ്ര വിവാദപ്പെട്ട ഒരു കർഷകനാണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ കൃഷിഭൂമിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ കർഷകൻ മാത്രമാണ്. വേറെ ആരും ആ കൃഷിഭൂമി പോകാൻ, ആ കൃഷിഭൂമി ഗവൺമെന്റ് മാന്യമായ വില കൊടുത്ത് ഏറ്റെടുക്കണം. ആ കൃഷിഭൂമിയിൽ മാന്യമായ വില കൊടുത്ത് ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഈ വേറെ ആൾക്ക് സംരക്ഷിക്കാൻ, ആ കൃഷിഭൂമി നോക്കാൻ പോകാൻ ആ കുടുംബത്തിൽ ആരുമില്ല. അതാണ് സ്ഥിതി. മധു, ഇത് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇത്തരത്തിൽ കക്കയം ഡാം സൈറ്റിലെത്തി അമ്മയ്ക്കും കുഞ്ഞിനും നേരെ അക്രമം സംഭവിച്ചിരുന്നു. ആ സമയത്ത് തന്നെ പഞ്ചായത്ത് അധികൃതർ, കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയതാണ്. കാരണം ഇവർക്കും ജീവിക്കണം. നിരന്തരം നമ്മൾ കേട്ടുവരികയാണ്, വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നു. അത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് അടുത്തിടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.